രണ്ട് പീഡന പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായത്. പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി. രാഹുലിന്റെ രോമത്തിൽ തൊടാൻ പോലും കേരള പോലീസിന് കഴിഞ്ഞില്ല. അന്വേഷണത്തിൽ പുലികളായ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ നാണം കെട്ടു എന്ന് പറയുന്നതാകും ശരി. അയാൾ ജാമ്യമെടുത്തു. മുൻകൂർ ജാമ്യം അയാൾക്ക് കിട്ടി വ്യവസ്ഥകളോടെ. ഇതോടെ ആശ്വാസകരമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന ചോദ്യം കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഉയരുന്നു. സ്ത്രീ ലംബടനായ, സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, സാഡിസ്റ്റായ, ഗർഭഛിദ്രം വരുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ് അയാളുടെ അനുയായികൾ നൽകുന്ന സൂചന. സമകാലിക കോൺഗ്രസിൽ യുവാക്കൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സ്വാധീനം ശക്തമാണ്. അയാൾ എത്ര കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും അയാളെ പിന്താങ്ങുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇപ്പോഴുണ്ട്, കോൺഗ്രസിൽ ഇപ്പോഴുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്രയും കാലത്തെ അയാൾ ചെറുപ്പക്കാരനാണ്, യൂത്തിന്റെ പ്രതീകമാണ്. പക്ഷെ ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് അയാൾ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ആരാധകർ അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും കേരള രാഷ്ട്രീയത്തിൽ എന്ന സൂചനയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നത്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസ് അയാളെ എടുക്കത്തുമില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കി യുവാക്കളുടെ പ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ ശക്തി നിരീക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പുതിയ പാർട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ അതിൽ കോൺഗ്രസിലെ യുവാക്കളുടെ ഒരു വിഭാഗം അതിനൊപ്പം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ഉള്ളിൽ അയാളോടുള്ള സ്നേഹവും കൂറുമുണ്ട്. കാരണം വിശ്വസ്തനായ ഒരു വൃത്യനെ പോലെയാണ് അയാൾ കോൺഗ്രസിൽ നിലകൊണ്ടത്. ഒരു കാലത്ത് BD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. പിന്നീട് VD സതീശനുമായി അകന്നപ്പോൾ ഷാഫി പറമ്പിലിന്റെ പെറ്റായി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്തതും ഷാഫി പറമ്പിലാണ്. രാഹുൽ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാടെത്തി അവിടെ വിജയിച്ച് തന്റെ ശക്തി എന്തെന്ന് തെളിയിച്ചു. പാലക്കാട്ടെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗം ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ സജീവമായിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസുകാർക്ക് അയാളെ ആവശ്യമായിരുന്നു. MLA എന്ന നിലയിൽ അയാൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ശ്രദ്ധേയം. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ പറയുന്നു, പുതിയ പാർട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തും. PV അൻവർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് സോഷ്യൽ മീഡിയ ഫാനുണ്ട്. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിൽ അയാൾ സജീവ സാന്നിധ്യമാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി തന്നെ കേരള രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തും എന്ന വ്യക്തമായ സൂചനയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നു, ഇയാൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയാൽ കോൺഗ്രസിന് വലിയൊരു ശാപമായി മാറുമെന്ന്. ഭസ്മാസുരന് വരം കൊടുത്താൽ എങ്ങനെയാണോ അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വരം കൊടുത്ത് വിട്ടിരിക്കുന്നത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ ചിലർ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത് ശ്രദ്ധേയം. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി സംശയാസ്പദമാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പോലീസിനോട് പരാതി പറയാതെ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പെൺകുട്ടി എന്തിന് KPCC നേതൃത്വത്തിന് പരാതി നൽകിയെന്ന ചോദ്യം ഉയരുന്നു. എന്തായാലും സണ്ണി ജോസഫും അതേക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം. കാരണം കോൺഗ്രസ് നേതാക്കളുടെ പല രഹസ്യങ്ങളും അറിയാവുന്ന വിശ്വസ്തനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളെ പെട്ടെന്ന്
അയാളെ പെട്ടെന്ന് തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും കോൺഗ്രസിൽ നിന്ന് അയാളില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ മറുഭാഗത്ത് ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾക്ക് രാഷ്ട്രീയം വിടാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയമാണ് അയാളുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാർട്ടിയുമായി അയാൾ വരും. പിന്നെ ഈ രണ്ട് അതിജീവിതന്മാരുടെ കേസിന്റെ മെരിറ്റ് അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. രണ്ട് കേസിലും അയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയം. ഈ കേസിൽ ഒളിവിൽ പോയ അയാളെ കർണാടകയിലെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗം ശക്തമായി സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പോലീസിന് അതുകൊണ്ടാണ് ഇയാളെ കണ്ടെത്താൻ സാധിക്കാത്തത്. കർണാടകയിലെ കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ ഇയാൾ നേടിയെടുത്തു. അപ്പോൾ വെറുമൊരു MLA അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ MLA ആയിരുന്ന കാലയളവിൽ തന്നെ കർണാടകയിലെ കോൺഗ്രസുകാരുമായും ബിസിനസ്സുകാരുമായും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായും അടുത്ത ബന്ധം പുലർത്തി. അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ നന്നായി സംരക്ഷിച്ചു. അതുകൊണ്ടാണ് പോലീസിന് തൊടാൻ പോലും പറ്റാത്തത്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ അനുകൂലിക്കുന്നവരുടെ ഇടയിൽ ഹീറോയായി മാറിയിരിക്കുകയാണ്. പ്രത്യക്ഷമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പാർട്ടി ഉണ്ടാക്കാൻ അയാൾ തീരുമാനിച്ചാൽ ഒരു വിഭാഗം യുവാക്കൾ അയാളുടെ കൂടെ നിൽക്കും. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സാണ്. അങ്ങനെയുള്ളവരുടെ നാടാണ് കേരളവും. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ ഹീറോയായി കാണുന്ന ഒരു വിഭാഗം കോൺഗ്രസുകാർ കേരളത്തില് ഉണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസിന് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ.